കൊലക്കേസിൽ പ്രതികളായ ആളുകളെ വെറുതെ വിടില്ലെന്ന് പി കെ ബഷീർ എം.എൽ.എ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ ശബ്ദരേഖയിലേക്ക്. കാര്യം ഞാൻ പറയാം, ആരെങ്കിലും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇനി അത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുവാനോ ഭീഷണിപ്പെടുത്തുവാനോ ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഞങ്ങളും കൈകുത്തി നോക്കി നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ കൂടുതലായി ബഹുമാന തങ്ങളുള്ളത് കൊണ്ട് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കി, നിങ്ങൾക്ക് മാത്രമാണ് ഈ പരമാവധി ഇതിനു മുമ്പ് കീഴ്വഴക്കിൽ ഒരു നിർമ്മാണം നൽകിയത്. ഇതുപോലെ തന്നെ 2095 ഏപ്രിൽ 13-ാം തീയതി പട്ടാമ്പകൽ നടുവോട് പിടിച്ച് മുസ്ലിം യൂണിയന്റെ പ്രവർത്തകൻ മനാഫിനെ കൊലപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. CP മനാഫിനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായി. ആ കേസിലെ പ്രതികൾ തന്നെയാണ്, ആ കേസിലെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കേസിൽ മുഴുവൻ ഒരു കൊലപാതക ബന്ധം നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പായിക്കാണ്ട് പല വാർത്തകളും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി പല മാത്രം ഒരു പ്രവർത്തനമായി നടത്തുന്നതിന് നൽകും. അതിനൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതിനൊക്കെ റാമുള്ള നിന്റെയൊക്കെ പ്രത്യേക രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അരീക്കോട് ഇരട്ടക്കൊലക്കേസിൽ ഭരണകക്ഷി എം.എൽ.എ. പി കെ ബഷീറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. കൊല്ലപ്പെട്ടത് കൊളക്കാടൻ ആസാദ്, കുഞ്ഞാപ്പു എന്ന അബൂബക്കർ എന്നിവരാണ്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. തിരിച്ചറിയാനാകാത്ത 5 പേരെയും 6ാം പ്രതിയായി ബഷീറിനെയും പ്രതി ചേർത്തു. കൊലപാതകങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കണ്ടെടുത്തു. 2 വാഹനങ്ങളിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അക്രമി സംഘം കൊല നടത്തിയതെന്ന് കൊല്ലപ്പെട്ടവരുടെ പിതൃ സഹോദരൻ നാസർ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി കെ ബഷീറിനെതിരെ സ്വതന്ത്രമായി മത്സരിച്ച അൻവറിനു വേണ്ടി സാക്ഷി പറഞ്ഞത് കൊല്ലപ്പെട്ട അബൂബക്കറിന്റെ ഭാര്യയായിരുന്നു.